ഹേ ഗൈസ്, എന്തോരം എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും 2025 എങ്ങനെ പോകുന്നു? ഞങ്ങളും ഹാപ്പിയാണ്, കുഴപ്പമില്ലാതെ പോണു. പക്ഷേ 2025 തുടങ്ങി അന്ന് തന്നെ പനി വന്നു ഗൈസ്. കാരണം ആ ഒരു ന്യൂ ഇയറിനൊക്കെ തോന്നുന്നു എറണാകുളത്തൊക്കെ നടന്നിട്ടാണ് തോന്നുന്നുണ്ട്. 1-ാം തീയതി വീട്ടിൽ വന്ന അന്ന് തന്നെ പനിയായിരുന്നു. ഇന്നിപ്പോൾ 2, 3 പനിയായിരുന്നു. ഇന്നിപ്പോൾ ഇന്നലെ ഡോക്ടറെ പോയി സൂചി വെച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ണിയെ സൂചി. എന്നിട്ട് ഏതാ ഡോക്ടറെ നിന്ന് കണ്ട് ഇറങ്ങി മറ്റേ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കില്ല. അപ്പം വിചാരിച്ചു ആരെയെങ്കിലും സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനും ഷാക്കിറും അതുപോലെ തന്നെ അൻഷാദുംപാടെ ഇറങ്ങിയാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു ഏട്ടനെ കണ്ടത്. ആളൊരു തമിഴ് സംസാരിക്കുന്ന ആളാണ്. അപ്പോൾ ആളെ ഹാപ്പിയാക്കി. അയ്യോ പാവട്ടെ, നമ്മൾ വീഡിയോ ഓഫാക്കിയിട്ട് ഞാൻ ആളത്ത് കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വല്ലാണ്ട് തമിഴ് സംസാരിക്കണമെന്ന് അറിയില്ല, ചെറുതായിട്ട് തമിഴ് സംസാരിക്കണമൊക്കെ അറിയാം. അപ്പം എനിക്കറിയാവുന്ന രീതിയിൽ തമിഴ് ഞാൻ ആളെടുത്ത് സംസാരിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. മീൻസ് ആള് ഹാപ്പിയാ, സന്തോഷം. ഓക്കെ, ഞാൻ ആൾക്ക് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആള് വന്നിട്ട് കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് വണ്ടി നിർത്തിയിട്ട്, വണ്ടിയിൽ ആളെ ഏറ്റി നടക്കല്ലേ, എന്നിട്ട് ആൾ കുറച്ച് ഇപ്പുറത്ത് വന്നിട്ട് അത് വന്നിട്ട് നിർത്തിയിട്ടില്ലേ, ആള് ഞാൻ കൊടുത്ത പൈസ എടുത്ത് നോക്കി നോക്കുക കള്ളനോട്ടാണോന്ന്. നോക്കി നോക്കാന്ന്, കള്ളനോട്ടം എന്നല്ല. ഞാൻ ആളെന്നെ കാണിച്ചേരേ. ഇതായി പോണ ആളാണ് കേട്ടോ. ഓക്കെ, ആള് ഹാപ്പി ആയതിന് ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ആളതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ ആ ഡപ്പ തിരിച്ചു കൊടുക്കാൻ തോന്നി. പിന്നെ എനിക്ക് തന്നെ സ്വയം തോന്നി അത് തിരിച്ചു കൊടുക്കണ്ട. കാരണം നമ്മൾ ഒരു പൈസ ഒരു സന്തോഷം തോന്നി ആ ഡപ്പിൽ പൈസ ഫുള്ളാവട്ടെ ഗൈസ്. ഓക്കെ, ഇവിടെ എന്നെ കൊണ്ട് പറ്റട്ടെ. ആളതാ പോണു. ഓക്കെ, ആള് ഹാപ്പിയാണ്. ആളെ കണ്ണൊക്കെ നിറഞ്ഞു കേട്ടോ. ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാവം എത്ര കിലോമീറ്ററോളം നടന്നിട്ട് ആ സാധനം അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. ഞാനത് ആൾക്ക് പൊന്തിച്ചു കൊടുത്തപ്പോൾ നോക്കി, നല്ല വെയിറ്റ് ഉണ്ട്. ആള് ഇതിപ്പോൾ പാലക്കാട്, അതായത് ഇപ്പോൾ നമ്മളെ പാലക്കാട് പൊന്നാനി റോഡാണിത്. അപ്പോൾ ആള് പത്തിരിപ്പാല എന്നുള്ള സ്ഥലത്തു നിന്നാണ് നടക്കണമെന്നാണ് ആള് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. ഓക്കെ, അപ്പോൾ അതുണ്ട്, അത് പാലക്കാട് ഹൈവേ ആണ്, അത് പാലക്കാട് പൊന്നാനി ഹൈവേ ആണ്. അപ്പോൾ അത് ആയേട്ടൻ സന്തോഷമായിട്ടുണ്ട്. മാരിമുത്തോ എൻ്റെ പേര് പറഞ്ഞല്ലേ, അങ്ങനെ എൻ്റെ പേര് പറഞ്ഞേ. ഓക്കെ, അപ്പോൾ ആ ഏട്ടനെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളെപ്പോഴും മലയാളികൾ, അദ്ദേഹം മലയാളിയാണോ തമിഴനാണോ എന്നൊന്നും നോക്കിയില്ല. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഏട്ടൻ ആ ഒരു സാധനം ഏറ്റ് നടക്കുന്ന കണ്ടപ്പോൾ അൻഷത കാണിച്ചെന്ന് എനിക്ക് അവിടെ ഒരാൾ പോകേണ്ടി പറഞ്ഞു. അപ്പോൾ തന്നെ അൻഷത പറഞ്ഞു, അൻഷത സൈഡാക്കി പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മളെ സന്തോഷിപ്പിച്ചു, അത്ര തന്നെ ഉള്ളൂ. ഇത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്. ഇതിൻ്റെ ഇടയിൽ കുറേ പേര് പറയുന്നുണ്ടാവും ഷോ ഇടണം അങ്ങനെയൊക്കെ. അവരടുത്ത് ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇത് ഷോ അല്ല. കാരണം എനിക്ക് കിട്ടുന്നൊരു പൈസ അല്ലെങ്കിൽ ഇന്നാലെ കഴിയുന്ന സംഗതി ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിനുള്ളത് ഒരിക്കലും ചാരിറ്റി ആയിട്ടോ ഞാൻ വലിയ പുണ്യാത്മാവായിട്ടൊന്നല്ല. എനിക്കൊരു കിക്ക് കിട്ടാൻ അല്ലെങ്കിൽ എനിക്കൊരു സന്തോഷം, അത്ര ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ വേറൊന്നും ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങൾ നല്ല കമന്റ്സ് ഇടുമ്പോൾ അത് കാണുമ്പോൾ എനിക്കൊരു പ്രചോദനമാകുമ്പോൾ ഇതിലും വലുത് എനിക്ക് ചെയ്യാൻ പറ്റും. അല്ല ശേഖരേ, ഞാൻ പറ്റും. അത്ര തന്നെ നിങ്ങൾ ഓരോരുത്തർ ഇത് ഓരോ കമന്റ് അത് കണ്ടിട്ട് ആരെങ്കിലും ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ചെയ്യാൻ തോന്നട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. 2025 എല്ലാവർക്കും നന്നായിട്ട് തന്നെ വരട്ടെ. ഒരു കിക്ക് കിട്ടും. ഇതിപ്പോ ഞാൻ പൈസ കൊടുത്തപ്പോ ആളെ കണ്ണിന് നിറഞ്ഞു. അത് നമുക്ക് ഭയങ്കര ഇതാണ്. എന്തായാലും ഓക്കെ, ഞാൻ ആ വീട് പെടുന്ന കാണിച്ചു, നിങ്ങൾ കണ്ടോക്കി നോക്കി. കാക്കോ, ഈ കപ്പിന് എത്ര? അതെത്ര പിടിക്കണോ? ഏട്ടാ മലയാളിയല്ലേ? അതെ, നിങ്ങളിവിടെ വെച്ചോളി, നിങ്ങളിവിടെ വെച്ചോളി. അതാ ഈ സാധനമൊക്കെ നോക്കണേ. അല്ല, ഇതിനുള്ളിൽ ഈ ഡപ്പൊക്കെ നോക്കാനാണേ. നിങ്ങൾ മലയാളിയാ? തമിഴാ? ഇറക്കിങ്കോ, ഞാൻ പിടിക്കണമാ? പിടിക്കോ. எங்கேருந்து நடந்து வர? அப்படி உங்க பேர் என்ன? என்ன புரியலண்ணா? கால்முத்தா. ஓகே, எவ்வளவு தூரம் நடக்கிற நீங்க? பத்திரிப்பாலா? இங்கேருந்து எவ்வளவு கிலோமீட்டர் இருக்கு? ஒரு 10 கிலோமீட்டர் இருக்கா? 10 கிலோமீட்டர் இது ஏற்றி நடக்கிறியா? அப்பா, இதுதான் உங்களுக்கு வேலை அண்ணா? சும்மா கேட்குறியே? இது எல்லாமே விற்று எவ்வளோ மற்ற எவ்வளோ கிடைக்கும்? அது கொடுங்கோ.
எல்லாமே விற்று எவ்வளோ கிடைக்கும்ண்ணா? ஒரு சாணம் விற்று 1 ரூபாவா? இதுக்கு வேற ஆள் இருக்கா? அதாவது வெளிய முதலாளி இருக்கா? அப்படியா? அப்பா இது எவ்வளோ? 20 ரூபாவா? இது 500 ரூபாய்க்கு கொடுக்குது அமர் தெரியுமா? என்ன புரியல? 3000 போட்டுக்கலாம். இதுல 5 ரூபா தரதா? 5 ரூபா போட்டா அப்படி சொல்லல. ஆனால் எங்கே இருக்கிறேண்ணா அப்படி சொல்லல. இது எவ்வளோ? 20 ரூபா. நான் 500 ரூபா தரேன் தெரியுமா? தெரியுமா? 500 ரூபா. இது தெரியுமா? சரியா இல்லை அண்ணா. இது எவ்வளோ? நீங்க 500 தந்துருக்கியாண்ணா முன்னால? அப்படி சொல்லல. இது எவ்வளோ? 20 ரூபா. நான் உங்களுக்கு 500 ரூபா தரேன். இது தெரியுமா? அல்ல அப்படி இல்லை இல்லை தெரியுமா தான் கேட்குறியா? ஹாப்பி சந்தோஷமா இருக்கா? ஓகேங்கோ சந்தோஷமா? ஹாப்பி சந்தோஷம். ஐயோ இல்லை அப்படி இல்லை இல்லைண்ணா அப்படி இல்லைண்ணா. இது நீங்கள் வச்சுக்கோண்ணா. இல்லை இல்லை வச்சுக்கிடுங்க. நான் பொந்திச்சு தரேண்ணம்மா. உங்க பேர் என்ன சொன்னா? காளிமுத்து. காரிமுத்து. உங்க வீட்டுல யாருக்கு இருக்கு? எங்க வீட்டுல 4 பெண் குட்டி ஒரு தக்கன். அப்படியா? நான் எங்க அங்க இருந்து ஏற்றி வரந்தல்ல, அப்போ கொஞ்சம் நமக்கு இதா இருக்கு. அப்ப நான் உங்க பார்த்தேன். அதுதான் நான் வண்டியில வேணுமா? இல்ல வேணா. நான் உங்களுக்கு இந்த காசு தரதுக்கு கொஞ்சம் நிறுத்திச்சு அவ்வளவுதானே. நான் உங்க ஏதாவது விடணுமா? என்னோட வண்டி தான் இருக்கு. ஓகே பார்த்து போங்க. வண்டி இல்லாம வந்துடும். ஓகே ஓகே. இது தூக்கணுமா? ஓகே ஓகே. இங்க வா அண்ணா, ஒரு நிமிஷம். அண்ணன் நல்லா இருக்குது. ஓகேவா? ஓகே ஓகே சரி சரி போங்க போங்க. ശരി 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 ഗൈസ് കണ്ടല്ലോ. ഇത് നമ്മൾ മറ്റേ റീൽസിന് വേണ്ടി ഇപ്പോൾ ചിലവരിപ്പോൾ പറയും സുജിനെ റീൽസ്, ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞു റീൽസ് എടുത്ത് എന്തെങ്കിലും ഇങ്ങനെ കാണിക്കണമെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇങ്ങനെ വീഡിയോ ഇടുമ്പോഴേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ കിട്ടുന്ന പൈസയിൽ നിന്ന് ഒരു പങ്കെടുത്ത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുടുംബക്കാരും എൻ്റെ വീട്ടുകാരും ആരും എനിക്ക് വേണ്ടി ഒന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ല. ഇപ്പം ഞാൻ ഈ കൊടുക്കുന്ന പൈസ ഞാൻ ഉണ്ടാക്കിയതാണ്. എന്ത് ചെയ്താൽ ചിലോ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. അപ്പോൾ അതൊന്നും എടുത്ത് കൊടുക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. ഞാനും ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്ന വീണ്ടും പറയാണ്, ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ അപ്പോൾ എന്തായാലും ബൈ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഗൈസ്. ടാറ്റാ.